എല്ലാവർക്കും ഒരിക്കൽ കൂടി +1 ഗാന്ധിയൻ സ്റ്റഡീസ് ഇംപ്രൂവ്മെന്റ് പഠന സഹായിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 5-ാമത്തെ അധ്യായമാണ്, സെൻട്രൽ ഫിലോസഫി ഓഫ് മഹാത്മാഗാന്ധി. ഗാന്ധിയൻ ഫിലോസഫിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് നമുക്കതിനെ മനസ്സിലാക്കാം. ഈ അധ്യായത്തിന്റെ ആദ്യം ആമുഖമായി ഫിലോസഫി എന്താണെന്ന് നമ്മെ പരിചയപ്പെടുത്തുന്നു. ഫിലോസഫി എപ്രകാരമാണ് ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നത് എന്നെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഫിലോസഫി എന്നതിന്റെ പ്രധാനമായ ലക്ഷ്യം അറ്റൈൻമെന്റ് ഓഫ് നോളജ്, ജ്ഞാനസമ്പാദനം, അറിവ് സമ്പാദനം എന്നുള്ളതാണ്. പരമമായ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് എന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്, മോക്ഷമാണ് എന്നതാണ് ഫിലോസഫിയുടെ പ്രധാനമായ അന്തസത്ത. അത്തരത്തിലുള്ള പരമമായ ജ്ഞാനമാണ്, അറിവാണ് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള അറിവ്. ഈശ്വരനെ കുറിച്ചുള്ള അറിവിനെ നമുക്ക് മോക്ഷം, കൈവല്യം, നിർവ്വാണം എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് വ്യത്യസ്തമായ ഫിലോസഫികളിൽ അല്ലെങ്കിൽ ദർശനങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഫിലോസഫി എന്നത് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഭഗവത്ഗീതയുടെയും ആത്യന്തികമായ ആത്മീയ ഗ്രന്ഥങ്ങളിലും ചിന്തകളിലും അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഭഗവത്ഗീതയുടെ നിഷ്കാമ കർമ്മയോഗ, ധർമ്മ, വേദകാലഘട്ടത്തിന്റെ ചിന്തയായ വസുധൈവ കുടുംബകം തുടങ്ങിയ ആശയങ്ങളെല്ലാം ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹനീയമായ ഉദാത്തങ്ങളാണ് അല്ലെങ്കിൽ സങ്കല്പങ്ങളാണ്. ഇവയെല്ലാം ഗാന്ധിയൻ ഫിലോസഫി രൂപീകരിക്കുന്നതിന് അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇനി നാം മനസ്സിലാക്കുന്നത് ഗാന്ധിയൻ ഫിലോസഫി രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തെ ആരെല്ലാം എപ്രകാരമാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്നതാണ്. അതിലാദ്യത്തേത് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമാണ്. കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഉൾക്കൊണ്ട വിവിധ പാഠങ്ങളും അനുഭവങ്ങളും, അദ്ദേഹത്തിന്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും മുത്തച്ഛനെക്കുറിച്ചും പരിചാരികയായ രംഭയെക്കുറിച്ചുമെല്ലാം നാം ഇതിനു മുന്നേയുള്ള അധ്യായങ്ങളിൽ പഠിച്ചതാണ്. അത് ഒന്നുകൂടി ഓർത്തുവെക്കുക. തുടർന്ന് അദ്ദേഹം ലണ്ടനിൽ പോവുകയും ലണ്ടനിലെ വിദ്യാഭ്യാസ ജീവിതം അദ്ദേഹത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് എപ്രകാരമാണ് സഹായകരമായത് എന്ന് നാം മനസ്സിലാക്കി. അവിടെ വച്ച് ബുദ്ധമതവും ജൈനമതവും ഇസ്ലാം മതവും ക്രിസ്തുമതവും ഹിന്ദുമതത്തിന്റെ മഹത് ഗ്രന്ഥമായ ഭഗവത്ഗീതയെ പരിചയപ്പെട്ടതും ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് ശക്തി പകർന്നു എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. തുടർന്ന് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പോവുകയും അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ മഹാത്മാവാക്കി മാറ്റിയതും അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ ദർശനങ്ങളും രൂപീകരിക്കുന്നതിന് ഏറെ സഹായകമായത് എന്ന് നാം മനസ്സിലാക്കണം. സൗത്ത് ആഫ്രിക്കയിൽ വച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മശക്തിയിൽ അധിഷ്ഠിതമായ സത്യഗ്രഹ എന്ന സമരായുധം രൂപം കൊണ്ടതും. അതെല്ലാം നാം ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ പഠിച്ചതാണ്. മഹാത്മജിയുടെ തത്വചിന്ത രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തെ വിവിധ വ്യക്തികളും ചിന്തകളും മതഗ്രന്ഥങ്ങളും മതങ്ങളും എല്ലാം ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അവയിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള പാഠങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ തത്വചിന്തകൾ രൂപീകരിക്കുന്നതിന് ഏറെ സഹായിച്ചിട്ടുണ്ട്. ലിയോ ടോൾസ്റ്റോയ്, ഹെൻറി ഡേവിഡ് തോറ, ജോൺ റസ്കിൻ തുടങ്ങിയ മഹത് വ്യക്തികളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളും അവരുടെ ചിന്തകളുമെല്ലാം ഗാന്ധിയൻ ഫിലോസഫി രൂപീകരിക്കുന്നതിൽ മഹാത്മജിയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി എന്തെല്ലാമാണ് ഗാന്ധിയൻ ഫിലോസഫിയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഗാന്ധിയൻ ഫിലോസഫിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് അല്ലെങ്കിൽ തത്വമാണ് കൺസെപ്റ്റ് ഓഫ് ഗോഡ്, ഈശ്വര വിശ്വാസം എന്നത്. അദ്ദേഹം ദൈവത്തെ അൽമൈറ്റി, ഓംനീഷ്യൻ, ഓംനിപ്രസന്റ് എന്നീ രൂപത്തിലാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. സർവവ്യാപിയും സർവേശ്വരനും സർവശക്തനും സച്ചിദാനന്ദനും പരബ്രഹ്മവും എല്ലാമായിട്ടാണ് മഹാത്മജി ഈശ്വരനെ കണക്കാക്കിയിരുന്നത്. എല്ലാ ഗുണത്തിനും അതീതനായ സത്യസ്വരൂപനായ ഈശ്വരൻ എന്ന സങ്കല്പമാണ് മഹാത്മജി ഈശ്വരനെ കുറിച്ച് ഉൾക്കൊണ്ടിരുന്നത്. ഈ പ്രകാരമാണോ സമുദ്രത്തിലെ ഓരോ തുള്ളി ജലവും സമുദ്രത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്നത്, അതുപോലെ തന്നെയാണ് ഈശ്വരന്റെ കോടാനുകോടി സൃഷ്ടികളിൽ ഒരാളായ നമ്മിലും ഈശ്വര ചൈതന്യം നിലകൊള്ളുന്നു എന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരിലും സകല ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നുണ്ട് എന്ന ആ തിരിച്ചറിവാണ് ഗാന്ധിയൻ ഫിലോസഫിയുടെ അടിസ്ഥാനപരമായ തത്വം അഥവാ സങ്കല്പം. അദ്ദേഹത്തിന്റെ ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപീകരിക്കുന്നതിന് രണ്ട് വ്യത്യസ്തമായ ചിന്തകളാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ആദ്യം ഈശ്വരനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: ഗോഡ് ഈസ് ട്രൂത്ത്, ഈശ്വരൻ സത്യമാകുന്നു. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹം ഈ സങ്കല്പം മാറ്റുകയും ഗോഡ് ഈസ് ട്രൂത്ത് എന്നതിൽ നിന്ന് ട്രൂത്ത് ഈസ് ഗോഡ് എന്ന ചിന്തയിലേക്ക് അല്ലെങ്കിൽ സങ്കല്പത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. കാരണം നാം ഓരോരുത്തരിലും അധിവസിക്കുന്ന ഈശ്വരന്റെ ചൈതന്യം എന്നത്
ഈശ്വരന്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്നുവെങ്കിലും നാം ഒരിക്കലും ഈശ്വരനാകുന്നില്ല. ഗോഡ് ഈസ് ട്രൂത്ത് ഈസ് ഗോഡ്. നാം ഓരോരുത്തരുടെയും അനുഭവം അനുസരിച്ച്, നമ്മുടെ വിശ്വാസം അനുസരിച്ച്, നമ്മുടെ ജ്ഞാനത്തിലൂടെ, അറിവിലൂടെ നാം സ്വാംശീകരിച്ച ഈശ്വരന്റെ ചൈതന്യത്തെ അത് നമ്മുടെ അനുഭവത്തിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ്. എന്നാൽ നാം ഓരോരുത്തരിലുമുള്ള ഈശ്വര ചൈതന്യം എന്നത് ഈശ്വരന്റെ പ്രതിരൂപം മാത്രമാണ്. അതൊരിക്കലും പരമമായ ഈശ്വര ചൈതന്യം ആകുന്നില്ല. എന്നാൽ സത്യമാകട്ടെ, സത്യം ലോകത്തെ എല്ലായിടത്തും, ഏത് കാലത്തും, ഏത് സമയത്തും സത്യമായി മാറാതെ അചഞ്ചലമായി സ്ഥിതി ചെയ്യുന്നു. ഗാന്ധി ദൈവമെന്ന് സങ്കല്പിച്ചിട്ടുള്ളത്. ഗാന്ധിയൻ ഫിലോസഫിയുടെ രണ്ടാമത്തെ അടിസ്ഥാനപരമായ ചിന്തയാണ് ട്രൂത്ത് എന്ന സങ്കല്പം, അല്ലെങ്കിൽ സത്യം എന്ന സങ്കല്പം. ട്രൂത്ത് എന്നതിന്റെ സംസ്കൃത സമാനമായ പദമാണ് സത്. സത് എന്നാൽ ദാറ്റ് വിച്ച് എക്സിസ്റ്റ്, നിലകൊള്ളുന്നതെന്തോ അതാണ് സത്യം. ഗാന്ധി സത്യത്തെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അത് ആപേക്ഷിക സത്യമെന്നും പരമമായ സത്യമെന്നും. റിലേറ്റീവ് ട്രൂത്ത് ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത്. റിലേറ്റീവ് ട്രൂത്ത് എന്നത് സത്യത്തിന്റെ വിഭിന്നമായ മുഖങ്ങളാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജ്ഞാനത്തിലൂടെ, നമ്മുടെ പാതയിലൂടെ, അനുഭവത്തിലൂടെ നാം എത്തിച്ചേരുന്ന ഈശ്വര സങ്കല്പത്തെയാണ് നാം ആപേക്ഷിക സത്യം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വരന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളും ചിന്തകളും ദർശനങ്ങളുമാണുള്ളത്. നാം വിവിധ മതങ്ങളിലൂടെ, നാം നമ്മുടെ കാഴ്ചപ്പാടിലൂടെ ഈശ്വരനെ അള്ളാഹെന്നോ, കൃഷ്ണനെന്നോ, ജീസസ് എന്നോ, ബുദ്ധനെന്നോ, മഹാവീരനെന്നോ എല്ലാം വിളിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ അനുഭവത്തിലൂടെയും നാം കണ്ടെത്തിയ പാതയിലൂടെയും എത്തിച്ചേർന്ന ആപേക്ഷികമായ സത്യം മാത്രമാണ് എന്നതാണ് വാസ്തവം. എന്നാൽ എല്ലാ സത്യങ്ങൾക്കും, എല്ലാ അനുഭവത്തിനുമേലുള്ള പരമമായ ഒരു സത്യമുണ്ട്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ ആ ഒരു രൂപം, ആ ഒരു പരമമായ സങ്കല്പം, അതാണ് പരമമായ സത്യം, ഈശ്വരൻ. എല്ലാ മതങ്ങളുടെയും അന്തസത്തയായ, അടിസ്ഥാനമായ, പരമമായ ആ ഈശ്വര സങ്കല്പത്തെയാണ് നാം അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് ട്രൂത്ത് ആൻഡ് റിലേറ്റീവ് ട്രൂത്ത്? റിലേറ്റീവ് ട്രൂത്ത് എന്നത് സത്യത്തിന്റെ വിഭിന്നമായ മുഖങ്ങളാണ്. അതിന് ജൈനമത തത്വമായ അനേകാണ്ടവാദവുമായി വളരെ അടുത്ത അഭേദ്യമായ ബന്ധമാണുള്ളത്. സത്യത്തിന്റെ വിഭിന്ന മുഖങ്ങൾ എന്നത് നാം വിശ്വസിക്കുന്ന, നാം പിന്തുടരുന്ന പാതയിലൂടെ എത്തിച്ചേരുന്നതും നാം കണ്ടെത്തുന്നതുമായ സത്യങ്ങളാണ്. ആ സത്യങ്ങൾ നമ്മെ സംബന്ധിച്ച് സത്യമാണെങ്കിലും അത് സത്യത്തിന്റെ വിഭിന്നങ്ങളായ മുഖങ്ങളിൽ ഒന്നു മാത്രമാണ്. എല്ലാ ജീവചൈതന്യത്തിന്റെയും ആത്യന്തികമായ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന ആ ഈശ്വര സങ്കല്പം, അതാണ് പരമമായത്. ആ സങ്കല്പത്തിന് ഒരിക്കലും മാറ്റമില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായ സങ്കല്പമാണ്. അതിനെയാണ് നാം പരമമായ സത്യം അഥവാ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത്. ഒറ്റവാക്ക് പരമമായ സത്യം ഈശ്വരനാണ്. ആപേക്ഷിക സത്യം എന്നത് സത്യത്തിന്റെ വിഭിന്നങ്ങളായ മുഖങ്ങളാണ്. ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വിവിധങ്ങളായ മാർഗങ്ങളാണ്. നമ്മുടെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ നാം പ്രാപ്തമാക്കുന്ന ഈശ്വര സങ്കല്പമാണ്. ഒരാൾക്ക് ആപേക്ഷികമായ സത്യത്തിലൂടെ മാത്രമേ പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനമാണ്, അൾട്രൂയിസമാണ് എന്നുള്ളത് ഭഗവത്ഗീതയുടെ സന്ദേശത്തിൽ ഉൾക്കൊള്ളുന്നു. ഗീതാ സന്ദേശത്തിലെ മറ്റൊരു സാരാംശമാണ് നിഷ്കാമകർമ്മയോഗ. മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നത്, അതായത് മാനവ സേവ, മാധവ സേവ. സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് ഈക്വലന്റ് ടു സർവീസ് ടു ഗോഡ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനം ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന ആശയം ഭഗവത്ഗീതയിൽ നിന്ന് നാം ഉദ്ധരിക്കുമ്പോൾ അത് തന്നെയാണ് ആപേക്ഷിക സത്യമെന്ന് നാം തിരിച്ചറിയണം. ആ ആപേക്ഷികമായ സത്യത്തിലൂടെ നാം എത്തിച്ചേരുന്ന പരമമായ സത്യമാണ് ഈശ്വരൻ. ഇനി ഗാന്ധിയൻ ഫിലോസഫിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു അടിസ്ഥാന സങ്കല്പമാണ് നോൺ വയലൻസ് അഥവാ അഹിംസ. നോൺ വയലൻസിന്റെ സംസ്കൃത സമാനമായ പദമാണ് അഹിംസ. നോൺ വയലൻസ് എന്നതിന്റെ വാച്യാർത്ഥം എന്നത് ആരെയും കൊല്ലാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അഹിംസയുടെ അർത്ഥം വളരെ വിപുലമായതാണ്. അത് എല്ലാ ജീവജാലങ്ങളെയും, സമസ്ത ചരാചരങ്ങളെയും മനസ്സ, വാച, കർമ്മണ ഉപദ്രവിക്കാതിരിക്കുക, അഹിംസ പ്രാവർത്തികമാക്കുക എന്നുള്ള വിശാലമായ അർത്ഥമാണ് ഉൾക്കൊള്ളുന്നത്. അത്തരത്തിൽ
അഹിംസയുടെ വളരെ ക്രിയാത്മകമായ ഒരു രൂപമാണ് മഹാത്മജി ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിൽ ദേഷ്യം, പക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത്, മനുഷ്യനെയും മൃഗങ്ങളെയും ഉപദ്രവിക്കുന്നത്, മറ്റുള്ളവരെ തരം താഴ്ത്തി പറയുന്നത്, ഇതെല്ലാം ഹിംസയുടെ അല്ലെങ്കിൽ അക്രമത്തിന്റെ വിവിധ രൂപങ്ങളാണ് എന്ന് ഗാന്ധി നമ്മെ പഠിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അഹിംസയുടെ തത്വമാണ് ഗാന്ധിയൻ ഫിലോസഫിയിൽ ഉൾക്കൊള്ളുന്നത്. നമ്മെ ആക്രമിക്കുന്നവനെ പോലും, നമ്മെ ഉപദ്രവിക്കുന്ന ആളെ പോലും നാം സ്നേഹത്തോടെ പരിഗണിക്കുകയും ആ വ്യക്തിയെ സ്നേഹം കൊണ്ട് മനസ്സ് മാറ്റുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന അടിസ്ഥാന സങ്കല്പമാണ് ഗാന്ധിയൻ കൺസെപ്റ്റ് ഓഫ് നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസയുടെ കാതലായ തത്വം. ഗാന്ധിജി അഹിംസയെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: നോൺ വയലൻസ് ഈസ് ദ ലോ ഓഫ് അവർ സ്പീഷീസ് ആസ് വയലൻസ് ഈസ് ദ ലോ ഓഫ് ദ ബ്രൂട്ട്. മഹാത്മജി അഹിംസയെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് നോൺ വയലൻസ് ഓഫ് ദ ബ്രേവ്, മറ്റൊന്ന് നോൺ വയലൻസ് ഓഫ് ദ വീക്ക് ആൻഡ് കവേർഡ്. മഹാത്മജിയുടെ സങ്കല്പത്തിലുള്ള അഹിംസ എന്നത് നോൺ വയലൻസ് ഓഫ് ദ ബ്രേവ് ആണ്, അല്ലെങ്കിൽ ധൈര്യശാലിയുടെ അഹിംസയാണ്. എന്താണ് ധൈര്യശാലിയുടെ അഹിംസ? ഒരാൾ അഹിംസയുടെ ഗുണങ്ങളും അതിന്റെ പരിമിതികളും ശക്തികളും സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം മരിക്കാൻ തയ്യാറായി മറ്റൊരാളെ രക്ഷിക്കുന്നതിന് സ്വമേധയാ നിർഭയത്വത്തോടുകൂടി അഹിംസ എന്ന സമരായുധം സ്വീകരിക്കുന്ന അത്തരത്തിലുള്ള ധൈര്യശാലിയുടെ അഹിംസയാണ് ഗാന്ധി നോൺ വയലൻസ് ഓഫ് ദ ബ്രേവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ നോൺ വയലൻസ് ദ വീക്ക് ആൻഡ് കവേർഡ് എന്നതാകട്ടെ സാഹചര്യമനുസരിച്ച് നോൺ വയലൻസ് ഓഫ് ദ ഓപ്പർച്യൂണിസ്റ്റ്, അവസരവാദികളുടേതായ അഹിംസ. സാഹചര്യം കൊണ്ട് നാം ദുർബലരായേക്കാം, ശാരീരിക ശക്തി കൊണ്ടും വാക്കുകൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടുമെല്ലാം സാഹചര്യമനുസരിച്ച് നാം ദുർബലരാകുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രം ആസ് എ മാറ്റർ ഓഫ് എക്സ്പീഡിയൻസി അവിടെ നിന്ന് ഒളിച്ചോടുന്നതിന്, രക്ഷ നേടുന്നതിന് നാം ഒരു വഴിയായി തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗം. അത്തരത്തിൽ ഭീരുവിന്റെ, ദുർബലന്റെ, അവസരവാദികളുടെ അഹിംസയാണ് ഗാന്ധി നോൺ വയലൻസ് ഓഫ് ദ വീക്ക് ഓർ കവേർഡ്, ഭീരുവിന്റെയും ദുർബലന്റെയും അഹിംസ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ഇനി നാം ചർച്ച ചെയ്യുന്നത് ഗാന്ധിയൻ ഫിലോസഫിയുടെ മറ്റൊരു അടിസ്ഥാന തത്വമാണ് എൻഡ്സ് ആൻഡ് മീൻസ്, ലക്ഷ്യവും മാർഗങ്ങളും. ഇന്ന് ലോകത്ത് രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടാണ് ലക്ഷ്യത്തെയും മാർഗങ്ങളെയും കുറിച്ചുള്ളത്. അതിൽ ഒന്നാമത്തേത് എൻ ജസ്റ്റിഫൈസ് ദ മീൻസ്, രണ്ടാമത്തേത് ആസ് ദ മീൻസ് സോ ദ എൻഡ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു, എൻ ജസ്റ്റിഫൈസ് ദ മീൻസ് എന്നുള്ളത് പാശ്ചാത്യ സങ്കല്പമാണ്, അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം, അതിനുവേണ്ടി ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി നമുക്ക് ഏത് മാർഗവും സ്വീകരിക്കാമെന്നുള്ള ആ കാഴ്ചപ്പാടിനെയാണ് നാം എൻ ജസ്റ്റിഫൈസ് ദ മീൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ലക്ഷ്യം ധനമാണെങ്കിൽ ആ ധനസമ്പാദനത്തിന് വേണ്ടി നമുക്ക് ആളുകളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ കൊല്ലുകയോ കവർച്ച ചെയ്യുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം. അത്തരത്തിലുള്ള വിവിധങ്ങളായ ദുർമാർഗങ്ങളിലൂടെയെല്ലാം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാമെന്നുള്ള ആ കാഴ്ചപ്പാടിനെയാണ് നാം എൻ ജസ്റ്റിഫൈസ് ദ മീൻസ് എന്ന് പറയുന്നത്. ലക്ഷ്യമാണ് പ്രധാനം, ഏത് മാർഗവും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആ മാർഗത്തിലേക്ക് എത്തിച്ചേരാം. അത് അക്രമമോ കവർച്ചയോ കൊലപാതകമോ കൊള്ളയോ ഏതുമാകട്ടെ, ഏത് മാർഗത്തിലൂടെയും നാം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള സങ്കല്പത്തെയാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നുള്ള ഫിലോസഫി കൊണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ മഹാത്മജിയുടെ സങ്കല്പത്തിലുള്ള ലക്ഷ്യത്തെയും മാർഗത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാട് മറ്റൊന്നാണ്, വ്യത്യസ്തമാണ്. അതാണ് ലക്ഷ്യവും മാർഗവും പരസ്പര പൂരകങ്ങളാണ്. ആസ് ദ മീൻസ് സോ ദ എൻഡ്. ലക്ഷ്യവും മാർഗവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം എന്നത് സത്യവും അഹിംസ എന്നത് അതിലേക്കുള്ള മാർഗവുമാണ്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്നത് പൂർണ്ണ സ്വരാജാണ്. സത്യത്തിന്റെയും അഹിംസയുടെയും പാതയിലൂടെ മാത്രമേ പൂർണ്ണ സ്വരാജ് അഥവാ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ലക്ഷ്യം സമാധാനമാണെങ്കിൽ ഒരിക്കലും യുദ്ധത്തിലൂടെ നമുക്ക് സമാധാനം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് ഗാന്ധി വ്യക്തമാക്കി തരുന്നു. നമ്മുടെ ലക്ഷ്യം എന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരുടെയും നന്മയെ ലക്ഷ്യമായിട്ടുള്ളതായിരിക്കണം, എല്ലാവരുടെയും ക്ഷേമമായിരിക്കണം. അതിലേക്കായി നാം സ്വീകരിക്കേണ്ട മാർഗവും അത്തരത്തിൽ അഹിംസയുടെയും സത്യത്തിൻ്റെയും പാതയിൽ ഉള്ളതായിരിക്കണമെന്നാണ് ഗാന്ധി നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഇതാണ് ഗാന്ധിയുടെ ലക്ഷ്യത്തെയും മാർഗത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. അങ്ങനെ സത്യവും അഹിംസയും ലക്ഷ്യവും മാർഗവും
ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ളതാണ് ഗാന്ധിയൻ ഫിലോസഫിയുടെ അടിസ്ഥാനപരമായ സങ്കല്പം. ഇനി ഗാന്ധിയൻ ഫിലോസഫിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട തത്വമാണ് മനുഷ്യ സങ്കല്പം. മനുഷ്യൻ എന്തായിരിക്കണം, മനുഷ്യൻ എന്താണ്, അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ചുള്ള തത്വചിന്ത. ഗാന്ധിജിയുടെ മനുഷ്യനെ കുറിച്ചുള്ള തത്വചിന്തകളിൽ പ്രധാനമായും 4 ഘടകങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാണ് ഫ്രീഡം ഓഫ് വിൽ, സ്വതന്ത്രമായ ഇച്ഛാശക്തി. രണ്ടാമത്തേത് ഇൻഹെറന്റ് ഗുഡ്നസ്, നമ്മുടെ ഉള്ളിൽ നിഹിതമായ ആത്യന്തികമായ നന്മ എന്ന സങ്കല്പം. മൂന്നാമത്തേത് ഹ്യൂമൻ ഇന്റർഡിപെൻഡൻസ്, പരസ്പര സഹകരണവും സാഹോദര്യവും എന്ന മഹത്തായ ആശയം. 4 വൺനെസ് ഓഫ് ഓൾ, എല്ലാം ഒന്നാണ്, ഏകമാണ്, ഈ ലോകം മുഴുവൻ ഈശ്വരന്റെ സൃഷ്ടിയാണ്, അതിൽ ഒരംശമാണ് നാമും ഉൾക്കൊള്ളുന്നത് എന്ന ആ മഹത്തായ സങ്കല്പം. അതിനെയാണ് വൺനെസ് ഓഫ് ഓൾ എന്ന് അർത്ഥമാക്കുന്നത്. ഇപ്രകാരം 4 അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗാന്ധിജിയുടെ മനുഷ്യ സങ്കല്പം നിലകൊള്ളുന്നത്. നാം ഈശ്വരന്റെ പ്രതിരൂപങ്ങളാണ്, ഈശ്വരന്റെ ചെറിയ അംശം നമ്മിലുണ്ട്, എന്നാൽ നാം ഒരിക്കലും ഈശ്വരനാകുന്നില്ല. ഈശ്വരന്റെ കോടാനുകോടികളായ എല്ലാ സൃഷ്ടികളിലും ഈശ്വര ചൈതന്യം ഉണ്ട് എന്നത് ഒരു ഏകമായ ഭാവം ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും നമ്മെ മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് മനുഷ്യന് പ്രകൃതിയോടും സമസ്ത ജീവജാലങ്ങളോടും എല്ലാ ജീവനുള്ളവയോടും അത്തരത്തിലുള്ള ഒരു ഏകമായ വിശാലമായ സൗഹാർദ്ദപരമായ കാഴ്ചപ്പാടാണ് വികസിപ്പിക്കേണ്ടത്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നന്മ എന്ന അടിസ്ഥാന സങ്കല്പമുള്ളത് കൊണ്ട്, ഈശ്വര ചൈതന്യം എന്ന അടിസ്ഥാന സങ്കല്പമുള്ളത് കൊണ്ട് നമുക്ക് തിന്മയെ നന്മ കൊണ്ട് നേരിടാം. തിന്മയെ നന്മ കൊണ്ട് നേരിടുകയും തിന്മയ്ക്കെതിരെ നന്മ വിജയം കൈവരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഗാന്ധിയുടെ സങ്കല്പത്തിലുള്ള സത്യഗ്രഹയുടെയും അഹിംസയുടെയും അടിസ്ഥാനപരമായ സങ്കല്പം. നാമെല്ലാം അത്തരത്തിലുള്ള വിശാലമായ സങ്കല്പത്തെ ഉൾക്കൊള്ളുമ്പോൾ ഏകോദര സഹോദരങ്ങളാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഗുണം എന്നുള്ളത് പരസ്പര സഹകരണവും സൗഹാർദ്ദവുമാണ്. അത് ഗാന്ധി നമ്മെ ഈ സങ്കല്പത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. ജീവിതത്തിന്റെ ഏകഭാവം, മനുഷ്യന്റെ ആത്യന്തികമായ നന്മ, പരസ്പര സഹകരണം, സൗഹാർദ്ദം, സ്വതന്ത്രമായ ഇച്ഛാശക്തി എന്നീ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സവിശേഷമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യ സങ്കല്പമാണ് ഗാന്ധി ഉൾക്കൊള്ളുന്നത്. മനുഷ്യനും പ്രകൃതിയുമായി വേറിട്ട് നിൽക്കുന്നതല്ല, മനുഷ്യനും ജീവജാലങ്ങളുമായി വേറിട്ട് നിൽക്കുന്നതല്ല, എല്ലാം ഒരുമിച്ച് പൊരുത്തപ്പെട്ടു പോകേണ്ട ഒരു മഹത്തായ സങ്കല്പമാണ് മനുഷ്യ സങ്കല്പം എന്നുള്ളതാണ് ഗാന്ധിയൻ ദർശനത്തിലൂടെ, ഫിലോസഫിയിലൂടെ നാം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഇനി ഈ അധ്യായത്തിൽ നാം പഠിക്കുന്ന മറ്റൊരു ഗാന്ധിയൻ ഫിലോസഫിയുടെ തത്വമാണ് മതത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ സങ്കല്പം അഥവാ മതത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ഗാന്ധിജിയുടെ മതം പരമ്പരാഗത മാമൂലുകളെയോ ആചാരാനുഷ്ഠാനങ്ങളെയോ ഉൾക്കൊള്ളുന്നതല്ല. അദ്ദേഹത്തിന്റെ മതമെന്നത് എല്ലാ മതങ്ങളിലും ഉൾക്കൊള്ളുന്ന പരമമായ നന്മ, സത്യം, സ്നേഹം, ദയ, സഹോദര്യം, ത്യാഗം എന്നീ എല്ലാ സദ്ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ആ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പരമമായ മാർഗം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനമാണ്. അത്തരത്തിൽ എല്ലാ മതങ്ങളുടെയും ഉള്ളിലുള്ള ആത്യന്തികമായ സങ്കല്പം കൊണ്ട്, നന്മകൾ കൊണ്ട്, മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവയെല്ലാം ഒന്നാണെന്ന് ഗാന്ധി തിരിച്ചറിഞ്ഞു. എന്നാൽ മതം എന്താണ് എന്നതിന് ഗാന്ധി എപ്പോഴും വിശദീകരണം നൽകുമ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരുന്ന മാർഗം ധാർമ്മിക മൂല്യങ്ങളാണ്. ഏതെങ്കിലും ഒരു മതമാണോ അല്ലെങ്കിൽ മതരഹിതമാണോ എന്നത് തിരിച്ചറിയുന്നതിനുള്ള അടിസ്ഥാനപരമായ ഉപകരണം അല്ലെങ്കിൽ മാർഗം എന്നത് ആ ചിന്തകൾ, ആ മതങ്ങളെല്ലാം ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും അപ്രകാരം ആത്യന്തികമായ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ സങ്കല്പം ഈശ്വര സാക്ഷാത്കാരവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമാണ്. ലോകത്തിൽ ഒരു മതവും ഈശ്വര ചൈതന്യത്തെ നിരാകരിക്കുന്നില്ല അല്ലെങ്കിൽ തള്ളിപ്പറയുന്നില്ല. മഹാത്മജിയുടെ മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ധാർമ്മിക മതം അല്ലെങ്കിൽ എത്തിക്കൽ റിലീജിയൻ എന്നാണ് ഇക്കാരണത്താൽ വിശേഷിപ്പിക്കുന്നത്. അതിനുള്ള കാരണം ഇതാണ്: എല്ലാ മതങ്ങളുടെയും ഉള്ളടക്കം കൊണ്ട്, എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്നത് ധാർമ്മിക മൂല്യങ്ങളായതുകൊണ്ട്, എല്ലാ മതങ്ങളുടെയും പരമമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നുള്ളത് കൊണ്ട് സത്യം, അഹിംസ, നീതി, ധർമ്മം
സഹകരണം, ത്യാഗം എന്നീ സദ്ഗുണങ്ങളാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളത് കൊണ്ട് ഇവയെല്ലാം ധാർമ്മിക മൂല്യങ്ങളായി പരിഗണിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് പറയാം ഗാന്ധിജിയുടെ മതത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്നത് ധാർമ്മിക മതമാണ്. ഒരു മതമാണോ മതരഹിതമാണോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ അളവുകോൽ അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്നുള്ളത് ധാർമ്മിക മൂല്യങ്ങളാണ് എന്നാണ് ഗാന്ധി അഭിപ്രായപ്പെട്ടത്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ സങ്കല്പം ഈശ്വര സാക്ഷാത്കാരം, മോക്ഷം, ധാർമ്മിക മൂല്യങ്ങൾ ഇവയെല്ലാം എല്ലാ മതങ്ങളിലും ഉണ്ട്. അത്തരത്തിൽ അടിസ്ഥാനപരമായ സങ്കല്പങ്ങൾ കൊണ്ട് എല്ലാ മതങ്ങളും ഒന്നാണെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഗാന്ധിജിക്കുണ്ടായിരുന്നത്. ഇതിനെയാണ് നാം ഓൾ റിലീജിയൻസ് ആർ ട്രൂ വൺ ആൻഡ് ദ സെയിം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും ഉള്ളടക്കം കൊണ്ട് ഒന്നാണെന്നും എല്ലാ മതങ്ങളും ഒന്നാണ്, ഏകമായ മൂല്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്ന വിശാലമായ ഒരു തത്വചിന്തയിലേക്ക് ഗാന്ധി എത്തിച്ചേർന്നു. ഇതിനെയാണ് ഗാന്ധിജി സർവധർമ്മ സമഭാവ എന്ന് വിശേഷിപ്പിച്ചത്. മതത്തിന് തത്തുല്യമായ ഇന്ത്യൻ സംസ്കാരത്തിൽ വിശേഷിപ്പിച്ചിരുന്ന പദമാണ് ധർമ്മ. അത്തരത്തിൽ ധർമ്മയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ ഘടകം അല്ലെങ്കിൽ സങ്കല്പം. ഏതെങ്കിലും ഒരു മതമാണോ മതരഹിതമാണോ എന്ന് ചിന്തിക്കുന്നതിനുള്ള, തിരിച്ചറിയുന്നതിനുള്ള അളവുകോൽ എന്നത് ധാർമ്മിക മൂല്യങ്ങളാണ് എന്ന് ഗാന്ധി അഭിപ്രായപ്പെട്ടു. അത്തരത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാനമാകയാൽ സ്നേഹം, ദയ, വാത്സല്യം, ത്യാഗം, സഹകരണം, ഈശ്വരവിശ്വാസം, ആചാരാനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം നല്ല മൂല്യങ്ങൾ, സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാകയാൽ ഇത്തരം സദ്ഗുണങ്ങളാണ്, ധാർമ്മിക മൂല്യങ്ങളാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്ന കാരണത്താൽ ഗാന്ധിജിയുടെ മതസങ്കല്പത്തെ ധാർമ്മിക മതം അഥവാ എത്തിക്കൽ റിലീജിയൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി മതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങളും ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 3 പ്രധാന മാർഗങ്ങളാണ് മതം പ്രാവർത്തികമാക്കുന്നതിനായി ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. 1 പ്രയർ, 2 ഫാസ്റ്റിംഗ്, 3 പ്രാർത്ഥന, ഉപവാസം, ആശ്രമവ്രതങ്ങൾ. പ്രാർത്ഥന എന്നത് എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാനപരമായ ഘടകമാണ്. പ്രാർത്ഥന മനുഷ്യനെയും ഈശ്വരനെയും ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ ഒരു ചരടാണ് എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. പ്രാർത്ഥന നമ്മുടെ ഉള്ളിലെ ആത്മശക്തിയെ തിരിച്ചറിയുകയും ആത്മശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ ഇന്നർ പ്യൂരിഫിക്കേഷന് നമ്മെ സഹായിക്കും. ഉപവാസം എന്നത് പ്രാർത്ഥനയുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്നു. പ്രാർത്ഥനയില്ലാതെ ഒരിക്കലും ഉപവാസം സാധ്യമാവുകയില്ല. പ്രാർത്ഥന എപ്രകാരമാണോ ഈശ്വര വിശ്വാസത്തിലൂടെ നമ്മുടെ മനസ്സിനെ ശക്തമാക്കുന്നത്, അതുപോലെ തന്നെ ഉപവാസം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ തിന്മകളെയും എല്ലാ ദൗർബല്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ശരീരത്തെ ശക്തമാക്കുന്നതിന് സഹായിക്കുന്നു. പ്രാർത്ഥനയും ഉപവാസവുമെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ അല്ലെങ്കിൽ മതം പ്രാവർത്തികമാക്കുന്നതിനുള്ള വ്യത്യസ്തമായ മാർഗങ്ങളാണ്. 3ാമത്തെ പ്രധാനമായ മാർഗമാണ് ആശ്രമവ്രതങ്ങൾ. ആശ്രമവ്രതങ്ങൾ എന്നാൽ നാം ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ മനസാ വാച കർമ്മണ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിജ്ഞകളാണ്. പ്രധാനമായി 11 ആശ്രമവ്രതങ്ങളാണുള്ളത്. നാം 1ാം വർഷം അത് വളരെ വിശദമായി പഠിച്ചത് വീണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. ട്രൂത്ത്, നോൺ വയലൻസ്, നോൺ സ്റ്റീലിംഗ്, നോൺ പൊസഷൻ, സിലബസി, ബ്രെഡ് ലേബർ, കൺട്രോൾ ഓഫ് പലേറ്റ്സ്, ഫിയർലെസ്നെസ്, സ്വദേശി, റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി, സർവധർമ്മ സമഭാവ തുടങ്ങിയവയാണ് 11 ആശ്രമവ്രതങ്ങൾ. ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് നിങ്ങൾ പുസ്തകം വായിക്കേണ്ടതാണ്. ഇനി ഈ അധ്യായത്തിൻ്റെ അവസാനമായി നമ്മെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രധാനമായ ആശയമാണ് ഗാന്ധി ആസ് എ പ്രാക്ടിക്കൽ ഐഡിയലിസ്റ്റ്. ഗാന്ധി ഒരു പ്രായോഗികവാദിയായിരുന്നു. നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തത് ഗാന്ധിയുടെ സൈദ്ധാന്തികമായ അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള തത്വങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഗാന്ധി ഒരിക്കലും അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു തത്വങ്ങളും നമ്മെ പരിചയപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ളതാണ്. സത്യത്തെക്കുറിച്ചും അഹിംസയെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും മാർഗങ്ങളെക്കുറിച്ചും മനുഷ്യരെന്ന സങ്കല്പത്തെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ ദർശനങ്ങളും ചിന്തകളും അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്. സത്യവും അഹിംസയും എന്നുള്ളത് ഒരു വ്യക്തിഗത നന്മയായും
സാമൂഹികമായ നന്മയായും ഒരു സമരായുധമായും ആത്മശക്തി ഉൾക്കൊണ്ടുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുന്ന സമരായുധമായിട്ടെല്ലാം ഗാന്ധി ഉപയോഗിച്ചു. അങ്ങനെ ഗാന്ധി സൈദ്ധാന്തികമായ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുകയും ആ സൈദ്ധാന്തിക ദർശനത്തെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുകയും ചെയ്തു. അദ്ദേഹം നിത്യജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രാവർത്തികമാക്കാത്ത യാതൊരു കാര്യങ്ങളും അദ്ദേഹം എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ, അദ്ദേഹത്തിന്റെ ഫിലോസഫിക്ക് എപ്പോഴും ഒരു പ്രായോഗികമായ കർമ്മത്തിൻ്റെതായ ധർമ്മത്തിൻ്റെതായ ഒരു പാതയാണ്, ഒരു തലമാണ് ഉണ്ടായത്. അങ്ങനെ നമുക്ക് ഗാന്ധിയെ ഒരു കർമ്മയോഗി എന്ന് വിശേഷിപ്പിക്കാനാകും. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നതെല്ലാം പ്രവർത്തിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകളെല്ലാം രൂപീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പരീക്ഷണ നിരീക്ഷണത്തിൽ നിന്നും അദ്ദേഹം ജീവിതത്തിൽ പ്രായോഗികമായി ഉൾക്കൊണ്ടിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നുമാണ്. അങ്ങനെ നമുക്ക് ഗാന്ധിയെ ഒരു കർമ്മയോഗി എന്നോ ഒരു പ്രാക്ടിക്കൽ ഐഡിയലിസ്റ്റ് എന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം സത്യത്തെക്കുറിച്ചും അഹിംസയെക്കുറിച്ചും മനുഷ്യസങ്കല്പത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെയും മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടും മതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും ഗാന്ധി ഒരു പ്രായോഗികവാദിയായിരുന്നു അല്ലെങ്കിൽ ഒരു കർമ്മയോഗിയായിരുന്നു എന്നെല്ലാം ചർച്ച ചെയ്തുകൊണ്ടും നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം.